24-ന്റെ പ്രത്യേക ക്യാമ്പയിൻ തുടരുന്നു. സൈബർ ബലിയാടുകൾ. താരങ്ങൾക്കോ നേതാക്കൾക്കോ മാത്രമല്ല, സാധാരണ പാർട്ടി പ്രവർത്തകരും വീട്ടമ്മമാരും വരെ സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്കിരയാകുന്നുണ്ട്. ഇത്തരമൊരു അനുഭവം നേരിടുകയും ഇതിനെതിരെ ശക്തമായി പോരാടുകയും ചെയ്ത അനുഭവമാണ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനി ശ്രീജ ഷൈജുദേവിന് പറയാനുള്ളത്. ഫേസ്ബുക്കിൽ വ്യാജ പ്രൊഫൈലിൽ നിന്നും വാട്സപ്പിൽ വ്യാജ നമ്പറിൽ നിന്നും നിരന്തരമായി അധിക്ഷേപം. വ്യാജന്മാർ എല്ലാ അതിർത്തികളും ഭേദിച്ച് രൂക്ഷമായിട്ടായിരുന്നു അതിക്രമം. സാധാരണ വീട്ടമ്മയാണെങ്കിൽ തകർന്നു പോകാൻ ഇത്രയും മതി. എന്നാൽ ശ്രീജ ഷൈജുദേവ് തളർന്നില്ല, പോരാടാൻ തീരുമാനിച്ചു. പരാതി നൽകി. പോലീസ് അന്വേഷണവും ശക്തമായി നടന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും വളരെ മോശമായ നിലയിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന നിലയിലുള്ള പോസ്റ്റുകളും കമൻറ്റുകളും ഒക്കെയാണ് വന്നത്. സൈബർ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുകയും അതിനെ തുടർന്ന് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ഞാൻ മൊഴി കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് കേസെത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. 22ഓളം പേരെ ചോദ്യം ചെയ്തു. ഇതിനിടെ 3 വ്യാജ ID-യുടെ വിവരങ്ങൾ ലഭ്യമായില്ല. പോലീസ് കോടതിയെ സമീപിച്ചു. കോടതിയിൽ നിന്ന് ശക്തമായ നടപടിയുമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്കിൻ്റെ CEOയെയും അതുപോലെ തന്നെ വാട്സാപ്പിൻ്റെ ബന്ധപ്പെട്ട അധികാരികളെയും ഒക്കെ വിളിച്ചു വരുത്തുന്നതിന് കോടതി തന്നെ ഉത്തരവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ കോടതി ഉത്തരവിട്ട് അതിനുശേഷം അവർ ആദ്യം വന്നില്ല, രണ്ടാമത് വീണ്ടും കോടതി നോട്ടീസ് കൊടുത്തു. സോഷ്യൽ മീഡിയ അധിക്ഷേപങ്ങൾക്ക് രാഷ്ട്രീയ വേർതിരിവില്ല. ഏത് പാർട്ടിക്കാരായാലും അതിൽ പാർട്ടി എന്നുള്ളതൊന്നുമില്ല, രാഷ്ട്രീയമൊന്നുമില്ല. ഏത് രാഷ്ട്രീയ പ്രവർത്തകരായാലും അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരായാലും അല്ലാതെയുള്ള ആളുകളായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള നിലയിൽ വ്യക്തികളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണം നടത്തുന്നത് അത് ഒരാളും ചെയ്യുന്നത് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. CPM പ്രാദേശിക നേതാവും കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാണ് ശ്രീജ. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.